പലപ്പോഴും പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒറ്റ മൂച്ചിന് എടുത്ത് അടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു കയറാൻ വേണ്ടി വലിയ പാടാണെന്നുള്ള കാര്യം. അതായത് ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിന് മുന്നും പലവട്ടം പല കുറി ആലോചിക്കണം എന്നൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ അനന്തര ഫലങ്ങൾ അത് നമ്മളെ മാത്രം ബാധിക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റും നമ്മളെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹം കരുതിക്കൊണ്ട് എത്ര പേര് നിൽക്കുന്നു എന്ന് ചിന്തിക്കാതാണ് പലപ്പോഴും ഓരോ ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി ഈ പറയുന്ന ആരെങ്കിലും കൊല്ലാൻ മുതിരുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൊള്ള നടത്തുന്നത്. അതിലൊരാളാണ് ഈ പറയുന്ന റിജു ആൻ്റണി എന്ന് പറയുന്നത്. ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്ക് മോഷണത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത്. ഒരാഴ്ച നീണ്ട വെൽ എക്സിക്യൂഷൻ എന്നൊക്കെ, വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ് അയാൾ നടത്തിയെന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യണം, അതിനുശേഷം മോഷ്ടിച്ചതിന് ശേഷം കൃത്യമായി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അയാൾ കണക്ക് കൂട്ടി വെച്ചിരുന്നതിൻ്റെ ഫലമാണ് 2-3 ദിവസമെങ്കിൽ അത്രയും ദിവസം പോലീസുകാരെ കൃത്യമായിട്ടിട്ട് വട്ടം ചുറ്റിക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹിന്ദി കയറിയതിന് ശേഷം സംസാരിച്ചതിലൂടെ ഈ പറയുന്ന പോലീസിനെ തെറ്റിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റും, ഹിന്ദിക്കാരാണോ ഇത് ചെയ്തതെന്നുള്ളത്. അതിലപ്പുറത്തേക്ക് അയാൾ ചെയ്ത പല തരത്തിലുള്ള കാര്യങ്ങൾ. 48 വയസ്സുണ്ട് അയാൾക്ക്. ഒരു മകൻ ഈ പറയുന്ന +1 മറ്റോ പഠിക്കുന്നെന്ന് പറഞ്ഞു, 4-5 പഠിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നു. ഈ 2 കുട്ടികളുടെ ഭാവി അയാൾ കൊണ്ട് ഈ പറയുന്ന തുലച്ചെന്നൊക്കെ അല്ല പറയുള്ളൂ, അതിലപ്പുറത്തേക്കാണ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവും, അയാൾ 2 പേരും, അതായത് ഭാര്യയും ഭർത്താവും ചേർന്ന് ഇതിന് മുന്നേ വിദേശത്തായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി കിടന്ന് അധ്വാനിക്കുന്നതിൻ്റെ ഈ പറയുന്ന പാടെന്താണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാതെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ആകുലത എന്താണ്, അല്ലെങ്കിൽ വിഷമം എന്താണ്, ഇതൊക്കെ അയാൾക്ക് പ്രത്യേകിച്ച് ആരും ചെന്നിരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നാട്ടിലെത്തുന്നു, ഈ പറഞ്ഞ ഭാര്യയുടെ തന്നെ. അതിനുശേഷം ഒരു പുതിയ വീട്, ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ അയാളെന്ന് പറയുന്നത്, അദ്ദേഹം എന്ന് പറയാൻ തോന്നില്ല, കാരണം ഇത്രയും പൊട്ടത്തരം ചെയ്തതുകൊണ്ട്. അതിലപ്പുറത്തേക്ക് അയാൾ ചെയ്ത ഈ പൊട്ടത്തരത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, ഒരു പക്ഷേ ഭാര്യ എടുത്ത് എനിക്ക് ഈ അബദ്ധം പറ്റിപ്പോയി, അബദ്ധങ്ങൾ പറ്റാത്ത ആൾക്കാരില്ല, പക്ഷേ മനഃപൂർവ്വം അല്ലെങ്കിൽ പൊട്ടന്മാരായിട്ട് അബദ്ധം പറ്റുക എന്ന് പറയുന്നതിന് നമുക്ക് ന്യായീകരിക്കാനും പറ്റത്തില്ല. എന്തോ ആവട്ടെ, 2 കുട്ടികളുടെ ഭാവിയുണ്ട്. ആ ഭാവിയൊക്കെ എന്തെങ്കിലും ഒരു പക്ഷേ ഭാര്യ പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന സമയത്ത് മൊത്തം കടം ഉണ്ടാക്കി വെച്ചു, സമ്മതിച്ചു. പക്ഷെ ഭാര്യ എടുത്ത് കാര്യം ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഭാര്യയുടെ വായിൽ നിന്നിരിക്കുന്ന തെറി അയാൾ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. അതിനേക്കാളും ഭേദം എത്ര വർഷമായാലും ഈ പറഞ്ഞ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അതിനേക്കാളും സമാധാനം ഉണ്ടാവുമെന്നാണോ പൊട്ട വിചാരിച്ചിരുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം അയാൾ ഇപ്പം ഈ നമുക്കറിയാവുന്ന കാര്യമാണ്, ആണ് പെണ്ണ് 2 കൂട്ടരും ഈ പറയുന്ന ഒരുപാട് കുടുംബങ്ങൾ നോക്കാൻ വേണ്ടി വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ നല്ല രീതിക്ക് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ പണിയെടുക്കുന്ന സമയത്ത് അവരുടെ ചിന്ത മൊത്തം അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബത്തെക്കുറിച്ചായിരിക്കും. ഞാൻ ഇത്രയും കിടന്ന് അധ്വാനിച്ചാലും എൻ്റെ കുടുംബം സന്തോഷമായിട്ടിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ വിദേശത്തൊക്കെ പോയി കിടന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അറബി നാട്ടിലൊക്കെ പോയി കിടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ കൂടുതലായിട്ട് അവർ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അവരുടെ ചിലവ് ചുരുക്കിയിട്ടോ അവർ നാട്ടിലേക്ക് അയക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ മക്കൾ നന്നായി ജീവിക്കട്ടെ, എൻ്റെ ഭാര്യ നന്നായിട്ട് ജീവിക്കട്ടെ, എൻ്റെ അമ്മയും അച്ഛനും നന്നായിട്ട് ജീവിക്കട്ടെ, നല്ലൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമല്ലോ. അതിലപ്പുറത്തേക്ക് ഇവിടുന്ന് കുറച്ച് നാൾ നന്നായിട്ട് അധ്വാനിച്ച് കുറച്ച് പൈസ സേവിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോയി കുറേ കാലം നിൽക്കാൻ പറ്റുമല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ കാണാൻ പറ്റുമല്ലോ, എൻ്റെ നാട്ടിൽ നിന്ന് കൂടുതൽ കാലം വിട്ട് നിൽക്കണ്ടല്ലോ. ഇങ്ങനെ കുറേ പ്രതീക്ഷയിലാണ് ഈ പറയുന്ന ഇതുപോലെ പാവങ്ങൾ പോയി കിടന്ന് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അത് ആണാവട്ടെ പെണ്ണാകട്ടെ, അവർ ആ കുടുംബത്തിനെ അത്രയധികം വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പല വാർത്തകളുണ്ട്. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു 1 ആഴ്ച മുന്നോ 2 ആഴ്ച മുന്നോ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛനെ ഭാര്യയും ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്തുകൊണ്ട് നല്ല പഠിപ്പൊക്കെ ഉള്ളതാണ്, എന്നിട്ട് ദേഹത്തെന്തോ തിളച്ചുവെള്ളം എടുത്ത് ഒഴിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ. എത്രയോ വർഷങ്ങൾ വിദേശത്ത് അല്ലെങ്കിൽ പോയി കിടന്ന് ജോലി ചെയ്ത് വീടുണ്ടാക്കി മക്കൾക്ക് നല്ല പഠിപ്പുണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പണികൾ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള കുറേയധികം ആൾക്കാരുണ്ട്. ഇനി ഭർത്താക്കന്മാർ അവിടെ കിടന്ന് അയക്കുന്ന പൈസയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ദൂർത്തടിച്ച് ചിലവാക്കി കളയുന്ന ഒരുപാട് ഭാര്യമാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊരു വാർത്ത. ആ ഭാര്യ ഇത്രയും കഷ്ടപ്പെട്ട് അയക്കുന്ന സമയത്ത് ഒരു തരത്തിൽ നോക്കാതെ ആർഭാട ജീവിതം നയിച്ച് കുടിച്ച് കൂത്താടി ഉള്ള കടമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കൃത്യമായിട്ട്, ഒരുപക്ഷെ എനിക്ക് ഇത്രയും ഇതായിപ്പോയത് എനിക്ക് തോന്നുന്നു, എനിക്ക് 2 ആൺമക്കൾ എന്തോ ആണെന്നൊന്ന്.
അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഈ കോമാളി എന്നൊന്നുമല്ല പറഞ്ഞുള്ള ഈ പൊട്ടന് കൃത്യമായിട്ട് തോന്നിപ്പോയത്. കെട്ടിച്ചു വിടേണ്ട പെടാപ്പാടൊന്നുമില്ലല്ലോ, അപ്പോൾ ഉണ്ടാക്കി വെക്കാൻ വലിയ സംഭവമൊന്നും വേണ്ടല്ലോ. അതിൻ്റെ പേരിലായിരിക്കും ഇത്രയും ദൂരത്ത് ഇയാൾ നടത്തിയെന്ന് പറയുന്നത്. ആ ഭാര്യ ഇത്രയും കാലം അയാളെ വിശ്വസിച്ചയച്ച ആ പൈസയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു മൂല്യം, ആ ഭാര്യയുടെ അടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം, അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. അതിൽ അപ്പുറത്തേക്ക് അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് എത്രമാത്രം ക്രൂക്കഡ് മൈൻഡ് എന്നൊക്കെ പറയത്തില്ല നമുക്ക്, അതിനപ്പുറത്തേക്ക് ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് ഉറപ്പായിട്ട് വേണം. കാരണം പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് 2-3 തവണ ഡ്രസ്സ് മാറുന്നു, മോഷണത്തിന് പോകുന്നതിന് മുന്നായിട്ട് വണ്ടിയിലെ ഗ്ലാസ് മിറേഴ്സ് അത് ഊരി വെക്കുന്നു, അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് അതിനകത്ത് ഇയാൾ പ്ലാൻ ചെയ്തത്. വഴി മാറ്റിയും തിരിച്ചും പോവുക. പക്ഷേ അയാളെ പൊട്ടിച്ച കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഷൂസിനടിയിൽ ഉണ്ടായിരുന്ന കളറ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ദൈവം ഒരു അടയാളം എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഈ പറയുന്നത്. അതിന് ഏത് തരത്തിലായി കഴിഞ്ഞാലും പിന്നെ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അയാൾ ബാങ്കിൽ കയറിയിട്ട് 45 ലക്ഷം രൂപ കത്തിയാട്ടി പേടിപ്പിക്കുന്ന സമയത്ത് 45 ലക്ഷം രൂപയോളം അവിടെ ഉണ്ടായിരുന്നു. അല്ല 15 ലക്ഷം മാത്രം എടുക്കുന്നു എന്നൊക്കെ കാണുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പൊട്ടത്തരത്തിനപ്പുറമാണ് കാണിച്ചിട്ട്. നമുക്ക് കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത്. അയാൾ കൊണ്ടുവരുന്നു ആ പൈസയെല്ലാം. ഇപ്പം വാർത്ത കാണുന്ന സമയത്ത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പൈസ മൊത്തം തിരികെ എന്തോ സുഹൃത്തിൻ്റെ വീട്ടിൽ 2.5 ലക്ഷം അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ അല്ലാതെ 12.5 ലക്ഷം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, മൊത്തം കിട്ടിയെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അയാൾക്ക് എന്താണ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോമാളിത്തരങ്ങൾ ചെയ്യുന്ന ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഇത്തരത്തിൽ കടം തീർക്കാൻ വേണ്ടി ഭാര്യയെ പേടിച്ചിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ചില്ല 99% പിടിക്കില്ല എന്നൊരു ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ഓക്കെ, ഓവർ കോൺഫിഡൻസ് അതൊക്കെ കൊള്ളാം ഇരിക്കട്ടെ, പക്ഷെ 1% ബാക്കി കിടപ്പില്ലേ? എങ്ങനാലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്താവും? എൻ്റെ ഭാര്യയുടെ മുന്നിൽ, ഈ പറയുന്ന ബന്ധുക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെടുന്നതിലപ്പുറത്തേക്ക് എൻ്റെ 2 പിള്ളേരുണ്ട് പഠിക്കുന്ന, ആ പിള്ളേരുടെ അവസ്ഥ എന്ത്? ഞാൻ ജയിലിൽ പോയി കിടന്നാൽ ഇനി അവരുടെ ഭാവി എന്താണ്? അവളും കുട്ടികളും തനിച്ചാവില്ലേ? ഇനി എന്തൊക്കെ സംഭവിക്കാം? ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ ഒരു ചിന്ത ഈ മനുഷ്യന് ഉണ്ടായിട്ടില്ല എന്ന് ആലോചിക്കുന്ന സമയത്താണ്, ഇയാളെക്കുറിച്ച് മാത്രമല്ല ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേര് ഇതൊന്നും ചിന്തിക്കുന്നില്ല. വരും വരായികൾ എന്താവുമെന്ന് ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടമാണ് പലരും ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരാളെ കൊന്ന് അവരുടെ കാശ് മൊത്തം കൂടെ അടിച്ചു മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിക്ക് ജീവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാത്രി നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അത് നമ്മളിങ്ങനെ ആ ചിന്തകൾ ഇങ്ങനെ തെകട്ടി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല, നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയത്തില്ല, ആ പൈസ കൊണ്ട് നമുക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മെച്ചം ഉണ്ടാകത്തില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് കോട്ടങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഒന്നേ നമ്മൾ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും, അതല്ലെങ്കിൽ ഇതുപോലെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം നാശകോശം. പിന്നെ എന്തിനാണ് മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ തോന്നിപ്പോകുന്ന ചില അബദ്ധങ്ങൾ, അതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ സുഖസൗകര്യങ്ങൾ മുഴുകാനുള്ള ചില ആൾക്കാരുടെ വെപ്രാളങ്ങൾ. ഈ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇത്രയും രൂപയ്ക്കൊക്കെ കടം പേടി അല്ലെങ്കിൽ മദ്യപിച്ചൊക്കെ പൈസ തീർക്കുന്ന സമയത്ത് ഇയാൾ ആരെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി വന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ളത് എല്ലാവരും ഇങ്ങനെയൊന്നും ആവണമെന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ പറയത്തില്ലേ, അവസാനം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ആരും കൂടെ കാണില്ല. ഇപ്പം നമുക്കൊരു മാരകമായിട്ടുള്ളൊരു അസുഖം വന്നിരിക്കട്ടെ, ആ അസുഖത്തിൽ നമ്മൾ ഒരുപാട് പെയിൻ സഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഒരുപാട് ബന്ധുക്കൾ കാണുമായിരിക്കും, നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർ കാണുമായിരിക്കും. പക്ഷേ അവരോടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, നീ എൻ്റെ പെയിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദന കുറയാൻ പോകില്ല. അത് നമ്മൾ തന്നെ സഹിക്കേണ്ടതാണ് ഇനി എത്ര കാലമായി കഴിഞ്ഞാലും. സ്നേഹം ബന്ധമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇതുപോലെ ആൾക്കാർ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് ആൾക്കാർ എപ്പോഴാണ് മാറി മറിയുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് പിടികിട്ടാത്ത കാര്യമുണ്ട്. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ആര് തന്നെ ആയാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് സ്വന്തം ജീവിതം കൂടി ഒന്ന് നോക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടൊരു അക്കൗണ്ട്സ്, ഒരു സേവിങ്സ് അത് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആരാ എപ്പം കാല് വാരുന്നതെന്നോ ആർക്ക് എപ്പോഴാണോ ഇതുപോലെ അബദ്ധ ബുദ്ധി, കോഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം വിശ്വസിക്കാം, പക്ഷേ അമിതമാകരുത്.